വീട്ടിൽ ചിലപ്പോൾ ഇതിനെക്കാളും ചൂടായിരിക്കും. അതായിരിക്കും പെൺകുട്ടിയുടെ അച്ഛൻ. അത് ഉറപ്പല്ലേ? അല്ല, വണ്ടി വരുന്ന വഴിക്ക് എന്തോ കംപ്ലൈന്റ് ആയിപ്പോയില്ല. അയ്യോ, ആര് പറഞ്ഞു? അല്ല, പയ്യൻ പറഞ്ഞായിരുന്നു. ഓഹോ, ഞാൻ ഈ രാഹുകാലമൊക്കെ നോക്കിയിട്ടാ സമയം പറഞ്ഞത്. നിങ്ങൾ പക്ഷെ കുറച്ച് നേരത്തെ പുറപ്പെട്ടു അല്ലേ? അതും അവൻ പറഞ്ഞു. ഇല്ല, എനിക്ക് ഈ ടൈമിലും നിമിത്തത്തിലൊക്കെ കുറച്ച് അധികം വിശ്വാസം. ഓ ശരി. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? കുറച്ചൊന്ന് കിടന്ന് കറങ്ങി. അത് ഈ ഡോക്ടർ രാജേന്ദ്രൻ രവീന്ദ്രൻ സ്ട്രീറ്റ്, അതിന്റെ ഒരു കൺഫ്യൂഷൻ. ദാറ്റ്സ് ഓൾ റൈറ്റ്. പിന്നൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അയ്യോ, എന്തു പറ്റി? അല്ല, സൂര്യ ഫ്രഷ് അവൻ വെള്ളത്തെ വാഷ്റൂമിലാണ് പോയത്. സൂര്യയോ? അതാരാ? മകൻ, നിങ്ങളുടെ മകനെ. എന്റെ മോന്റെ പേര് വിജയ് എന്നാണ്. സൂര്യല്ല. വിജയ്. അല്ല, എന്തോ ഒരു കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞു വന്നല്ലോ. അല്ല, അത് ഈ മുകളിലത്തെ റൂമിന്റെ ഡോറിന്റെ ലോക്കൊന്ന് ജാമായിട്ട് അവിടുത്തെ വാഷ്റൂമിലാണ് വിജയ് കയറിയത്. അയ്യോ, അപ്പൊ അവനകത്തായി പോയോ? അല്ല, കാർപ്പൻ്റർ ഇപ്പൊ വരും. കൂടെ ആരാ ഉള്ളത്? എന്റെ മോളുണ്ട് കൂടെ, പിങ്കി. ഇപ്പൊ ഞങ്ങൾ കാണാൻ പോകുന്ന പെണ്ണോ? തീർച്ചയായിട്ടും. ദൈവമേ. സാറില്ല, പെണ്ണും ചെക്കനും പരസ്പരം സംസാരിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അത് ആദ്യം കഴിഞ്ഞൊന്ന് കുട്ടിയാൽ മതി. എന്നാലോ കാർപ്പൻ്റർ വിളിച്ചൊന്ന് വേഗം വരാൻ പറ. വിളിക്കാം. നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിനക്ക് ഈ പൂട്ട് കുത്തിപ്പൊളിക്കാൻ അറിയോ? അയ്യോ, എനിക്ക് ലോക്കിന്റെ പരിപാടി ഒന്നും അറിയില്ലെങ്കിലേ. നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരവും ഇല്ല കേട്ടാ. മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലെങ്കിലേ. നീ ആ ഫോൺ എടുത്ത് അവനൊന്ന് വിളിച്ചേ. പെട്ടെന്ന് വിളിച്ചോ. അത് ഫോണിന്റെ തിരികെ വണ്ടിയിൽ തന്നതാ. എന്താ മോളെ ഇത്? ഈ ഡോറ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതല്ലേ? അമ്മ അവളെ അടച്ചത് ഞാൻ എന്ത് ചെയ്യാനാ? മോനെ, എന്നാണോ ആന്റി? പേടിക്കണ്ട കേട്ടോ. പേടിക്കാനോ? ഒന്ന് പോ ചേച്ചി. നേഹ, നീ വീഡിയോ ഗെയിം കളിക്കരുതട്ടോ. ഞാൻ ഗെയിം കളിക്കും. എനിക്കും അകത്ത് പോകണം. മിണ്ടാണ്ടിരുന്നു അങ്ങോട്ട്. ഓരോ പണി ഒപ്പിച്ചു വെച്ചിട്ട്. പിങ്കി, ഞങ്ങൾ ഡോർ തുറക്കാൻ വേണ്ടത് ചെയ്യാട്ടോ. അതുവരെ പരസ്പരം സംസാരിച്ചിരുന്നോളൂ. നോ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. മോളെ, ഞങ്ങൾ എന്നാ താഴേക്ക് പോയിക്കോട്ടെ? ഓക്കെ. ശരി, പോ. ഞാൻ എടുത്തോട്ടെ. ആരാടാ? ഗോപിയേട്ടനാ, ഗോപി സുന്ദർ. കുറച്ച് മ്യൂസിക്കൽ ഡൗട്ട്സ്. ഞാൻ കൂടെ ഹലോ സാർ, കേൾക്കാമോ? അല്ല സാർ, ഞങ്ങളൊരു മീറ്റിംഗിലാണ്. കറണ്ട് വന്നല്ലോ. ഹലോ, തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കറക്റ്റ്, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ബട്ട് നോ ഐഡിയ. ഇത് മുഴുവൻ എ ആർ റഹ്മാനും കേസ് ചിത്രമാണല്ലോ. ഭയങ്കര ഫാനാ. കട്ട ഫാനാ. രണ്ടുപേരുടെയും കൂടി ഒരു ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല. വളരെ ഈസി ആയിട്ടുള്ള ആഗ്രഹമാണല്ലോ. ഹലോ, കളിയാക്കണ്ട. കളിയാക്കിയതല്ല. എടുക്കൂ കേട്ടോ. സുധ, ടിഷ്യൂ എവിടെ? ഇതാ അവിടെ ഉണ്ട്. ഇത് മുത്തശ്ശിയാണെന്ന് കണ്ടറിയാം. പ്രായമുണ്ടല്ലോ. ആരുടെ മുത്തശ്ശിയാ? പിങ്കിയുടെ മുത്തശ്ശി. 80ാം പിറന്നാൾ ആഘോഷത്തിന്റെ അന്ന് ഗംഭീരമായിട്ട് സദ്യയൊക്കെ കഴിച്ചിട്ട് പെട്ടെന്നൊന്ന് കുഴഞ്ഞു വീണു. അടിപൊളി, സൂപ്പർ. എന്താ? അല്ല, എല്ലാ ബന്ധുക്കൾക്കും ഒറ്റ വരവിന് തന്നെ എന്ത്? ഭയങ്കര ട്രാജഡി എന്ന് പറയുന്നു മുത്തശ്ശി. കഴിക്ക്. ഒരു ഉണ്ണിപ്പുറത്തിന്നെ മിണ്ടാണ്ടിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത്. ഗണേശ, ഒറ്റ മിനിറ്റ്. ഗണേശ, കാർപ്പൻ്റർ. അയ്യോ, വേഗം വരാൻ പറ. എന്റെ പൊന്നു ഗണേശ, പെണ്ണ് കാണാൻ വന്ന പയ്യനെ മുറിക്കകത്ത് ലോക്കായിട്ട് കിടക്കും. ആ പൂട്ട് കുത്തിപ്പൊളിക്കാനുള്ള ആശാരിയെ വിളിച്ചതാ. നിന്നെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ. എടുത്ത് കഴിക്കേ. കയ്യിലുള്ളത് കഴിക്കണം. ഒന്നും എടുത്തില്ലേ? കുടിക്കാം. അവൻ എവിടെ എത്തിന്ന് വല്ലതും പറഞ്ഞോ? ഇപ്പൊ എത്തും. അവൻ ഓൺ ദ വേയാ. കഴിക്കും. കഴിക്കും. വരീടാവണ്ട. അച്ഛനെന്തായാലും ടൂർ ഓർക്കാനുള്ള വഴി നോക്കുന്നുണ്ടാവും. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്ക് തിരക്കൊന്നുമില്ല. ഇങ്ങനെ ആദ്യമായിട്ടാണോ? അല്ല, ഞാൻ പണ്ട് 4ാം ക്ലാസ്സിൽ മറ്റോ പഠിക്കുമ്പോൾ എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ട് വലിയച്ഛൻ്റെ ഇന്ന് പുളിയോടി കൊണ്ട് നല്ല അടി കിട്ടി. അതിന്റെ ദേഷ്യത്തിൽ ഞാൻ എൻ്റെ റൂമിൽ കയറി ഡോർ ഇതുപോലെ ഒറ്റടച്ചു. ലോക്ക് ജാമായിപ്പോയി. പിന്നെ നാട്ടുകാരൊക്കെ വന്നു ഓടൊക്കെ പൊളിച്ച് അകത്ത് കയറി. ഭയങ്കര സീനായിരുന്നു. അതല്ല, പെണ്ണ് കാണാൻ പോകുന്ന ഇത് ആദ്യമായിട്ടാണോന്ന്. ഓ
Yeah. This is my first time ever. എനിക്കത് സ്ഥിരം പരിപാടിയാ. അങ്കിൾ 15th. പിങ്കി, അത് എടുത്തോളൂ. എന്താ അതൊന്ന് വാങ്ങിച്ചോളൂ. ഹായ് വിജയ്. ഹായ്. പിങ്കി, അത് കണ്ടില്ലേ? കിട്ടി കിട്ടി. പിങ്കി, കിട്ടി. നീ സെർവ് ചെയ്യൂട്ടോ. ശരി. നേക്ക് അധികം സോസ് കൊടുക്കരുത്. ഞാൻ സോസ് കഴിക്കും. ഞാൻ താഴേക്ക് പോവാണേ. ഓക്കെ. പിന്നെ ഓ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. വേറെന്താ? വേറെന്താ, ഇങ്ങനെയൊക്കെ സുഖം. അവിടെ എങ്ങനെ സുഖാണല്ലോ അല്ലേ? ഇവിടെ ഈ മറ്റേ വാതിലിൻ്റെ ഒരു സുഖക്കുറവല്ലാതെ. ഇവിടെ വേറെ ഏതെങ്കിലും വാതിലിന് ഇങ്ങനെ കുഴപ്പമുണ്ടോ? എല്ലാ വാതിലിനും അങ്ങനെ ഇല്ല. ഭാഗ്യം. സമൂസ എടുക്ക്. വേണ്ട. ആക്ച്വലി പറയൂ. ഇല്ല, പറഞ്ഞോളൂ. ഇല്ല, ഇറ്റ്സ് ഓക്കെ. താൻ പറയൂ. ഓക്കെ. ഒന്ന് എണീക്കാവോ? എത്ര പ്രാവശ്യം വേണേലും എണീക്കാം. സി, നമ്മൾ തീരെ മാച്ച് അല്ല അല്ലേ? ആണോ? എന്താ പ്രശ്നം? ഇത് കണ്ടൂടെ? അത്ര കുഴപ്പമുണ്ടോ? താനൊന്നും കൂടി തിരിഞ്ഞ്. മോളെ എങ്ങനെയുണ്ട്? മാച്ച് അല്ല അങ്കിൾ. ബെസ്റ്റ്. അടിപൊളി. ഇനിയിപ്പോൾ മാച്ച് ആണെങ്കിലും നോ, ഐ എം നോട്ട് റെഡി ഫോർ എ മാരേജ്. എൻ്റെ പേരൻസിനാണെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുമില്ല. കുറച്ച് നാളായി പെണ്ണുകാണൽ ഡ്രാമ നടക്കാൻ തുടങ്ങിയിട്ട്. വരുന്നവരോടൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്യും എന്നെ ഇഷ്ടമായില്ല എന്ന് പറയണം. ഇയാളും അങ്ങനെ തന്നെ പറയണം പ്ലീസ്. ഓക്കെ. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ മാല ബൾബും സ്റ്റാർസും ശ്രദ്ധിച്ചായിരുന്നോ ബാൽക്കണിയിലെ? മാല ബൾബ്? ഇലുമിനേഷൻ ലൈറ്റ്സ്. സാധാരണ ഇവിടേക്ക് വരുന്ന ആൾക്കാർക്ക് അച്ഛൻ അടയാളം വെച്ച് പറയുന്ന അതും കൂടെ ചേർത്താ. നിങ്ങളോട് പറഞ്ഞില്ല? ശ്രദ്ധിച്ചില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞാൽ അതവിടെ നിന്ന് മാറ്റുമെന്നുള്ള വാശിയില്ല അച്ഛൻ. ഒരുതരം മഹേഷിന്റെ പ്രതികാരമല്ലേ? ഇപ്പോഴാണ് സമാധാനമായത്. സത്യം പറഞ്ഞ എൻ്റെ വീട്ടുകാരുടെ പ്രഷർ കാരണം ഞാൻ ഇങ്ങനൊരു പെണ്ണ് കാണാൻ റെഡിയായത്. ഞാനൊരു കല്യാണത്തിനൊന്നും പ്രിപ്പയർഡ് അല്ല. പിന്നെ എൻ്റെ വീട്ടിൽ ഈ മാല ബൾബ് മെലോഡ്രാമയൊന്നും ഇല്ല കേട്ടോ. എന്താ തൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? ആക്ച്വലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആ ഫോട്ടോയിലെ രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ്. എനിക്കും എവിടേക്ക് പോകണം എന്നാണ്. ബട്ട് അറിഞ്ഞൂടാത്ത ബിസിനസ് ചെയ്ത് അച്ഛൻ്റെ കുറച്ച് അധികം കാശ് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അത് വീട്ടിനെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അല്ല, പിന്നെ ബിസിനസ്സിന് വേണ്ടി ചെയ്യണം. എനിക്ക് ആക്ച്വലി കോൺഫിഡൻസ് ഉണ്ട്. ഓസ്ട്രേലിയൻ വിസയൊക്കെ ബട്ട് ഓൾറെഡി വന്നു. ഒറ്റമോളായതുകൊണ്ട് എന്നെ ഇവിടുന്ന് വിടുന്നില്ല. ഇമോഷണലി ഒരു ഐ എം റിയലി സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. സോറി ഒന്നും പറയണ്ട. എനിവേസ്, ഇറ്റ് വാസ് വണ്ടർഫുൾ മീറ്റിംഗ് യു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നേക്കുട്ടി, അങ്ങ് പോട്ടെ. ഓക്കെ, പോയിട്ടാണ് 2 ബിയർ അടിച്ച് ആഘോഷിക്കാം. ആദ്യത്തെ പെണ്ണുകാണലാണേ. ഈ ഡോറ് അത് ഓർത്തില്ല. ഇതൊരു പോസ്റ്റ് ഓഫ് ദ ഇന്ത്യ. അല്ല, തിരക്കില്ല എന്ന് പറഞ്ഞിട്ട്? അല്ല, ഇങ്ങനെ പോസ്റ്റ് ആവുമെന്ന് ഓർത്തില്ല. ഫോണാണെ അമ്മമാരുടെ കയ്യിലും ആയിപ്പോയി. ഇതെന്താ? പോസ്റ്റ് ആവാണ്ടിരിക്കാൻ. ഓ, അച്ഛൻ്റെ കല്യാണ ആൽബമാണോ? നോക്കൂ. എന്താ ജോലി? ജോലിയൊന്നുമില്ല. ഐ മീൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെ. ഡിഗ്രി? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സപ്ലി ക്ലിയർ ചെയ്തെടുത്തൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട്. വീട്ടുകാർ ഇഞ്ചെക്ട് ചെയ്തൊരു ബ്രോയിലർ എഞ്ചിനീയർ ഉണ്ടാക്കാൻ നോക്കിയതാ.
പക്ഷെ വർക്കൗട്ടായില്ല. പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പാവങ്ങളാ. ഒരു പേരൻസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പറയാൻ തുടങ്ങിയ ഭയങ്കര കോമഡിയാ. പറ കേക്കട്ടെ. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കൂടൂ. ഭയങ്കര വലിയ സ്റ്റോറിയാ. നമുക്ക് മിനിമം ഒരു 1 hour ടൈം ഉണ്ട്. ഇതിനിടെ സംസാരിക്കാനാണെങ്കിൽ വേറൊന്നുമില്ല. പിന്നെ ഇക്കാലത്തൊക്കെ കേൾക്കാൻ ഒരാളെ കിട്ടാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സോ ഡോണ്ട് വേസ്റ്റ് ടൈം. പറ കേക്കട്ടെ. പറ അങ്കിൾ. പറയുന്നേ. ഓക്കെ. ഒരു എക്സാമിൻ്റെ അന്ന് രാവിലെ ഞാൻ എൻ്റെ മുറിയിലിരുന്ന് നൈസായിട്ട് കോപ്പി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എണീറ്റില്ലേ ഇതുവരെ? രാത്രി ലേറ്റ് ആയിട്ട് അവൻ കിടന്നേ. ഇന്ന് എക്സാം ഉള്ളതല്ലേ? ഉച്ചയ്ക്ക് 2 മണിക്കാ. അവൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ച് മണി 9 അതെ, ഏട്ടൻ വെറുതെ ടെൻഷൻ ആവണ്ട. ആ മോളെ, നീ അച്ഛന്റെ ബാഗ് അങ്ങ് എടുത്തേ. ബിജു ആ തുറന്നേ. അച്ഛാ പഠിക്കായിരുന്നോ? ആ കുറച്ച് കഴിഞ്ഞു. നീ ചായ ഒന്നും കുടിച്ചില്ലേ? അത് ഞാൻ പഠിച്ചു കഴിഞ്ഞില്ല അച്ഛാ. അതുകൊണ്ട് ഇന്ന് എന്താ എക്സാം? മെഷീൻ ഡിസൈൻ. മെഷീൻ ഡിസൈൻ പഠിച്ചോ? എന്താ ഇത്? കോപ്പി അടിച്ചാൽ ജയിക്കുമെന്ന് ഉറപ്പാണോ? അത് ജയിക്കുമായിരിക്കും. എന്നാ ഇനി അതുകൊണ്ട് ജയിക്കാതിരിക്കണ്ട. നീ സംശയമുള്ളതൊക്കെ പറഞ്ഞോ, ഞാൻ എഴുതരാം. നീ കുറെ എഴുതി കൈ കഴിച്ചതല്ലേ? പറഞ്ഞു, ഞാൻ എഴുതരാം. അല്ല അച്ഛാ, എടാ ഞാൻ കളിയാക്കിയതല്ല. നീ കുറെ എഴുതിയതല്ലേ, ഇനി നീ പറ, ഞാൻ എഴുതാം. മോന് സംശയമുള്ളതൊക്കെ വായിച്ചിട്ട് പറ. അച്ഛാ എനിക്ക് ഈ സബ്ജക്റ്റ് ഭയങ്കര മടുപ്പാവും. അതുകൊണ്ട് കോപ്പി അടിക്കണോ? തോക്കണമെങ്കിൽ തോക്കട്ടെടാ. നിന്നെ ഞാൻ എപ്പോഴെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇത് എഴുതി തരാമെന്ന് പറഞ്ഞെന്തിനാണെന്നറിയാമോ? ഇനി കോപ്പി അടിക്കണമെന്ന് തോന്നുമ്പോൾ നിനക്ക് ഞാൻ ഈ പറഞ്ഞത് ഓർമ്മ വരണം. നമ്മൾ കള്ളങ്ങൾ കൊണ്ട് വലിയൊരു ആനപ്പന്തൽ കെട്ടി ഉണ്ടാക്കിയാലും അതിലൊരു ഉറുമ്പിന് പോലും നിൽക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല മോനെ. തെറ്റ് ചെയ്ത് വലിയൊരു തെറ്റായി പോകും നിന്റെ ജീവിതം. നീയേ എന്റെ മോന, അറിയാവുന്നത് എഴുതി വെക്കടാ. നീ ഇന്ന് ജയിക്കും. So sweet. You're so lucky to get such parents. Thank you. Actually ഞാനും അതെ. പക്ഷേ ഈ ഇമോഷണൽ ഡയലോഗ്സ് ഒക്കെ അടിച്ച് വരച്ച് വരയിൽ എത്തിച്ചാണ്. ശരിയാണ്. ബട്ട് വെയിറ്റ് അന്നത്തെ എക്സാം ക്ലിയർ ആയോ? എന്നിട്ട് വാവ്, ഭയങ്കര ബ്ലെസ്സിങ് ആയി പോയല്ലോ അച്ഛൻ്റെ. സമൂസ വാങ്ങിച്ചതാണോ? അല്ല, സുധമായി ഉണ്ടാക്കിയതാ. ചെറിയ മധുരം അതിൻ്റെ ടേസ്റ്റ്. കഴിച്ചു നോക്കൂ. മധുരം ഇതിൻ്റെ ടേസ്റ്റ്. വരുന്ന പ്രപ്പോസൽസ് ഒക്കെ ഒഴിവാക്കി ഓസ്ട്രേലിയയിൽ പോകണമെന്ന് പറഞ്ഞു താനിവിടെ നിൽക്കുന്നതിൻ്റെ കാരണവും ഒരു മധുരം അല്ലേ? ഒരു ഗംഭീര അഫയറിന് അല്ലേ? ഇത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് കോമൺ സെൻസ്. എന്നെ പോലെ ഇവിടെ വന്നു പോയ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് താനെന്താ പഠിച്ചത്? മെഡിസിൻ, എഞ്ചിനീയറിംഗ്, CA, MBA? ഓ, ബിസിനസ് ഒക്കെ ചെയ്ത ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആണെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എല്ലാം പൊട്ടി. അച്ഛൻ 101% ഒരു ആൺകുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇടിവെട്ട് പോലെ ഞാൻ പിറന്നു വീഴുന്നത്. ഡയറക്ടർ പത്മരാജന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അച്ഛൻ. ചില സിനിമകൾക്കൊക്കെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് നിന്നിട്ടുണ്ട്. ഓ, എല്ലാം എപ്പിക് മൂവീസ് ആണല്ലോ. പണ്ടൊരു ജോത്സ്യം ഗണിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പരിപാടി ഇപ്പം നിർത്തിക്കോ അല്ലെങ്കിൽ ഇരിക്കുന്നിടം കൂടി പോകുന്നു. അച്ഛനായിട്ട് പക്ഷെ നഷ്ടമൊന്നും വരുത്തിയിട്ടില്ല. വരുത്തിയത് മൊത്തം ഞാനാ. നമ്മൾ എന്തായിരുന്നു പറഞ്ഞു തുടങ്ങിയത്? ആക്ച്വലി നമ്മളൊന്നും പറഞ്ഞു തുടങ്ങിയില്ല. ഈ MBA പഠിക്കുമ്പോഴായിരുന്നു മറ്റേ മധുരം. MBA അല്ല, IELTS. It's my place, okay? Hey, Savio bro. Hey.
So just a second. Hey man, what's up? Long time, huh? This is Pinky, my girlfriend. Girlfriend? Hi. എത്രാമത്തെ girlfriend, huh? I think it's 12th. Oh. Be happy, Ella. Yeah. Hey bro, എനിക്കൊരു presentation ഉണ്ട്. I'll catch you later. You guys enjoy, okay? വെയിറ്റ് ഏത് സാവിയോ ഷെഫ് ആ റോച്ചേഴ്സ് കഫേയിലെ താനോട് റെഗുലർ കസ്റ്റമർ ആയിരുന്നു. അന്ന് ഫസ്റ്റ് ടൈം ആയിരുന്നു, പിന്നെ അങ്ങോട്ടേക്ക് റെഗുലർ ബഫായി. പക്ഷേ അയാളുടെ ആറ്റിറ്റ്യൂഡ് കൊച്ചിയിലെ വൺ ഓഫ് ദ വെരി വെരി ബെസ്റ്റ് ഷെഫ്. ആറ്റിറ്റ്യൂഡ് ആവാലോ. ഓ പേഴ്സണലി പരിചയമുണ്ടോ? സാവിയോയും ഞാനും ആ റെസ്റ്റോറൻറ്റ് തമ്മിൽ 3 മാസത്തെ ഭയങ്കര സ്ട്രോങ് ആയ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആക്ച്വലി ഈസ് മൈ മെന്റർ. ഏത് അയാളോ? ഹൗ കം? Hey, Savio! Hey, what's happening guys? എന്താ ഈ കുറെ കാലയിലോ കണ്ട്? വിക്രമനും മുത്തു ഒരുമിച്ചാണല്ലോ. ഞങ്ങൾ മാത്രമല്ല മീറ്റ് മിസ്റ്റർ മായാവി. ഹലോ. ഞാനെന്ന് പറഞ്ഞ പോലെ പിന്നെ കുറച്ചാളെങ്ങനെങ്കിലും സംഭവങ്ങളൊന്നും പഠിക്കണവരെ പിന്നെ കൂടുതലെത്തണം. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് താൻ എന്തിനാ വെച്ചേ? ഇത് വേണോ? Actually, this is my പാഷൻ, റൈറ്റ്? അച്ഛാ. ആ എന്തു പറ്റിയെന്ന് നേരത്തെ ആണല്ലോ. യെസ്. എടാ നമുക്കെന്നാ ഗണപതിയുടെ അമ്പലത്തിലൊന്ന് പോയിട്ട് വരാം. ഞാനത് അച്ഛനോട് അങ്ങോട്ട് പറയാതിരിക്കുമായിരുന്നു. ആഹാ അമ്മ കേട്ടോ? കേട്ടു. മഴ പെയ്യുന്ന പോലെ ഇടയ്ക്കും പിഴയ്ക്കും വന്നു പോകേണ്ടതല്ലേ ഈ ഭക്തി. മനസ്സിലായോ? ഇത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും എനിക്കത് മനസ്സിലായില്ല അച്ഛമ്മേ. ഇനി മുതൽ ഞാനൊരു റെഗുലർ ഭക്തനായിരിക്കും. നീ പറഞ്ഞോ അവനോട് മറ്റേ കാര്യം? ഇല്ല. എന്നാ പിന്നെ അമ്മ പറഞ്ഞു കാണും. ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്താ അച്ഛാ? മോളാ കവറിങ് എടുത്തേ. നീ പറ എന്താ ഇപ്പൊ ഇങ്ങനെ ഭക്തി തോന്നാനുള്ള കാര്യം? അച്ഛാ 2-3 ലക്ഷം രൂപ കൊടുത്ത് കിട്ടുന്ന ഒരു ജോലിയിലേക്ക് എന്നെ ഫ്രീ ആയിട്ട് പ്ലേസ് ചെയ്യാന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ഷെഫ് എനിക്ക് വാക്കുന്നു. ഷെഫാവാനോ? അതായത് കുശിനിക്കാരൻ. അതിനാടാ ഞാൻ നിന്നെ എഞ്ചിനീയറിംഗിന് വിട്ട് പഠിപ്പിച്ചത്. അച്ഛാ വലിയൊരു ഷെഫായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ബീച്ചിന്റെ സൈഡിൽ ഒരു ബീച്ച് റെസ്റ്റോറന്റ് തുടങ്ങാന്നുള്ള എന്റെ ഡ്രീമാണ് അച്ഛാ. നിന്റെ ഡ്രീം തോലക്കെട്ടിയാനടിക്കും ഞാൻ. അവന്റെ ഡ്രീം മനുഷ്യരുടെ നട്ടം തിരിഞ്ഞ് നിൽക്കുക. ഇവിടെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബുദ്ധിയും വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഇങ്ങോട്ട് പാടി. തിങ്കളാഴ്ച രാവിലെ ജോയിൻ ചെയ്യണം. വെയിലും മഴ ഒന്നും കൊള്ളണ്ട. AC ഓഫീസിന്റെ അകത്തിരുന്ന് കോൾ അറ്റൻഡ് ചെയ്താൽ മതി. എവിടെ? നമ്മുടെ മനശ്ശേരിയിലെ രഘുവിന്റെ കൂട്ടുകാരനില്ലേ, അവൻ നടത്തുന്ന ഒരു കോൾ സെന്ററാ. അച്ഛാ ഇവിടെ മാസം 10-30,000 രൂപ എന്ന് പറഞ്ഞാൽ അത്രയെങ്കിലും ആയി. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഞാനൊരു കോൾ സെന്ററിൽ പോയി ജോലി ചെയ്യാൻ. എഞ്ചിനീയറിംഗ് പഠിച്ച നീ പോയിട്ട് കണ്ടവന്റെ പാത്രം കഴുകാൻ കറി വെച്ച് വിളമ്പാൻ നിൽക്കാനോടാ. അവൻ എഞ്ചിനീയറിംഗിന്റെ മഹാത്മ്യം പറയുന്നു. എന്നാ തെർമോഡൈനാമിക്സിന്റെ സ്പെല്ലിംഗ് ഒന്ന് തെറ്റാതെ പറയടാ. ഷെഫാവാ നടക്കുന്നു, ചായക്കട തുടങ്ങുന്നു. അല്ലെങ്കിൽ ഈ പേരൻസിന്റെ സ്വഭാവമൊക്കെ ഒരുപോലെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്. ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ പോയി ആ കോൾ സെന്ററിൽ ജോലി ചെയ്യേണ്ടി വന്നു. അവിടെ നിന്ന് എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടി. അവളായിരുന്നു ആകെ ഉണ്ടായിരുന്ന റിലീഫ്. ഒരു ടിപ്പിക്കൽ അമ്പലവാസി ടൈപ്പ് ഓഫ് ഗേൾ. ഒരു ടിപ്പിക്കൽ അമ്പലവാസി ടൈപ്പ് ഓഫ് ഗേൾ. അരുന്ധതി റോയുടെ ബുക്കിന്റെ ടൈറ്റിൽ പോലെയുണ്ട്. അങ്ങനെ ഗേൾ ഫ്രണ്ടായി. എന്നിട്ട് അമ്മ ഞാൻ അന്വേഷിച്ചു പറഞ്ഞേ. ആരന്വേഷിച്ചു എന്ന് പറയണം. ഓ ബെസ്റ്റ്. താൻ പക്ഷെ 3 ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ മറന്നുല്ലേ? അമ്മയുടെയും ചെറിയമ്മയുടെയും കൂടെ അമ്പലങ്ങളൊക്കെ തൊഴിലാണ് മെയിൻ പരിപാടി. സോ നോ റെസ്റ്റ്. എന്നെ വിളിക്കണം കേട്ടോ. അമ്പലത്തിനകത്തല്ലാതെ വേറെ എവിടെയാണെങ്കിലും ഞാൻ ഫോൺ എടുക്കും. വിളിക്കോ? പിന്നെ വിളിക്കാതെ. എന്താ എന്റെ നമ്പർ എന്ന് പറഞ്ഞ്? നമ്പർ ഞാൻ സ്ഥിരം വിളിക്കുന്ന നമ്പറല്ലേ? അപ്പൊ ഫോൺ എങ്ങാനും കളഞ്ഞു പോയാൽ എന്നെ വിളിക്കില്ല അല്ലേ? അടുപ്പുള്ളവരുടെ ഫോൺ നമ്പറെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചുകൂടെ വിജയ്? എന്നാ പോട്ടെ. 92070 92070 6622 6622 ഒന്നൂടെ 92070 6622 പോട്ടെ. രേഷു ഒരു മിനിറ്റ്. ശമ്പളം കിട്ടാൻ ലേറ്റ് ആവുന്നല്ലോ പറഞ്ഞേ. ഇത് വെച്ചു. അത് വേണ്ട വിജയ്. എടോ താൻ പോയി തന്റെ അമ്മയുടെയും ചെറിയമ്മയുടെയും കൂടെ ഒക്കെ അടിച്ച് പൊളിക്ക്. അവർക്കൊരു സർപ്രൈസ് ഒക്കെ കൊടുക്ക്. അപ്പോ 3 ദിവസത്തേക്ക് എന്നെ ഓർക്കാൻ ഇത് വെച്ചോ. താൻ വരുന്നവരെ തന്നെ ഓർക്കാൻ ഇതിങ്ങനെ കഴുത്തിലിട്ട് എന്റെ നെഞ്ചിലും ഇങ്ങനെ ചേർത്തു. അപ്പോ 92070 92070 6622 പോട്ടെ. ലവ് യു. 92070 6622 എന്ത് ടൈപ്പ് കോൾ സെന്റർ ആയിരുന്നു അത്? ഇന്ത്യയിലും എബ്രോഡും താമസിക്കാൻ ഹോട്ടൽസ് ബുക്ക് ചെയ്യാം. നല്ല ബെസ്റ്റ് റേറ്റ് കിട്ടും. അങ്ങനത്തെ ഒരു എന്നിട്ട് സർ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, അതുകൊണ്ടാണ് അഡ്വാൻസ് സാലറി ചോദിക്കുന്നത്. എടോ പോരും സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യേ. ഇൻസ്പെക്ഷൻ ഉണ്ട്, അവരിപ്പോ ഇങ്ങ് വരും. പ്ലീസ് ഡോണ്ട് കമ്പൽ മീ ടു ഡു എനിത്തിങ് ബാഡ്, ഓക്കെ? എന്താ? ഇതാ അടുത്ത ബിൽഡിങ്ങിലെ കുട്ടിയല്ലേ? താലികെട്ടൊക്കെ കഴിഞ്ഞോ? ഇറ്റ്സ് മൈ ഹെഡ്. ഓക്കെ. അന്ന് എനിക്കൊരു നൈസ് ഫോൺ കോൾ വന്നു. അതെന്റെ കാര്യങ്ങളൊക്കെ മാറ്റി മറിച്ചു. ഹലോ നമസ്കാരം.
ഹലോ, എൻ്റെ പേര് ജെറി എന്നാണ്. താങ്കളുടെ പേര് പറഞ്ഞതിൽ നന്ദി. ഹോളിഡേസ് ഫോറിയിലേക്ക് സ്വാഗതം. സർ, എങ്ങനെയാണ് സർ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും? എനിക്ക് ക്വൈറ്റ് ആയിട്ട് താമസിക്കാൻ തേക്കടിയിലോ മൂന്നാറോ ഒരു റൂം വേണമായിരുന്നു. ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും സാരമില്ല. ഫൈൻഡ് ഔട്ട്. തീർച്ചയായിട്ടും സർ. സർ ഫാമിലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്? അതെ, ഞാൻ ഫാമിലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ 3 റിസോർട്ടുകളുടെ ഡീറ്റെയിൽസ് സാറിൻ്റെ നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യാം. ദയവായി സാറിൻ്റെ ഫോൺ നമ്പർ ഒന്ന് പറയൂ. സോറി, എൻ്റെ നമ്പർ റിവീൽ ചെയ്യാൻ പറ്റില്ല. എൻ്റെ വൈഫിൻ്റെ നമ്പർ തരാം. 92070 കറക്റ്റാണ്. 92070 കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. ഇതെങ്ങനെ മനസ്സിലായി? 92070 അതെ, നമ്പർ കറക്റ്റാണ്. കൺഫേം ചെയ്തിരിക്കും. ഇത് രേഷ്മയുടെ നമ്പറിൽ. രേഷ്മ എങ്ങനെ അറിയാം? രേഷ്മ തന്നെ ആരാന്ന് പറഞ്ഞേ? താനോ? നീ ആരുടെ കോപ്പെ താനെന്ന് വിളിക്കാൻ? രേഷ്മ എങ്ങനെ അറിയാന്ന് പറ. നിനക്ക് ഞാൻ ആരാന്നറിയോ? അവൾ എന്റെ വൈഫാണോ ഗേൾ ഫ്രണ്ട് ആണോ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ബ്ലഡി ഇഡിയറ്റ്. അവൾ തന്റെ അടുത്ത് നിൽക്കണ്ടോ ഇപ്പോ? ഉണ്ടെങ്കിൽ ഫോൺ കൊടുക്കണം. എന്താ? അവളുടെ ഫോൺ കൊടുക്കണം. എനിക്ക് അവളോട് സംസാരിക്കണം. ഹലോ വിജയ്. പ്രേമത്തിൻ ഉള്ളിൽ തൊട്ടാൽ അങ്ങനെയാ. പണിയും പോയി സമയവും പോയി പതിയെ നീയും പെരുവഴിയായി ബ്രോ. അവള് പോയി അടിപൊളിയായി പ്രണയമെല്ലാം ചളിപിളിയായി ബ്രോ. മനസ്സിലായില്ല എന്നെ എവിടെ കണ്ടെന്ന്. ആക്ച്വലി നരേഷാണ് എനിക്ക് ഈ വീഡിയോ കാണിച്ചു തരുന്നത്. ഞങ്ങൾ തമ്മിൽ വലിയൊരു പ്ലാനിനെ പറ്റി സംസാരിച്ച് തുടങ്ങുന്ന തന്നെ ഈ വീഡിയോയെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. ഇതിനെയാണ് ഇടിവെട്ടിവന് പാമ്പ് കടിക്കുക എന്ന് പറയുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് അവന്റെ ജോലിയും പോയി, അവന്റെ ഗേൾ ഫ്രണ്ടും പോയി. ഈ ബഹിരാകാശത്ത് എന്താ നടക്കുന്നതെന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് മനസ്സിലാക്കാം. പക്ഷെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ എന്താ നടക്കുന്നതെന്ന് തൊട്ടടുത്തിരുന്നാൽ പോലും മനസ്സിലാക്കാൻ പറ്റില്ല. എടോ ഫിലോസഫി നിർത്ത്. ദൈവത്തെ ഓർത്ത് തന്റെ ആ ബിസിനസ് പ്ലാൻ ഒന്ന് പറയാവോ? റെസ്റ്റോറന്റ്? അയ്യോ മാഡ്, ഇനി ഈ ടൗണിൽ റെസ്റ്റോറന്റ്? ഞാൻ വിചാരിച്ചു താൻ പറയാൻ പോകുന്ന എന്തെങ്കിലും സംതിങ് ന്യൂ ഇന്നോവേറ്റീവ് ഐഡിയ ആയിരിക്കുമെന്ന്. ഏയ് പിങ്കി, പറയുന്ന മൊത്തം കേട്ടിട്ട് ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും ഒരു പാർട്ട്ണറിന് വേണ്ട ആദ്യത്തെ ക്വാളിറ്റി. സോറി, പറ താൻ ഐഡിയ പറ. ഫുഡ് ട്രക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഈ ഡൽഹിയിലും മുംബൈയിലൊക്കെ ഉള്ള പോലത്തെ ഘനഗാഡി, ഫുഡ് ഗാഡി, റെസ്റ്റോറന്റ് ഓൺ വീൽസ്. എക്സാക്ട്ലി. പക്ഷെ നമ്മൾ വേറെ ഒരു തട്ടുകട സെറ്റപ്പ് അല്ല. 4 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന അതേ ഫുഡ് ക്വാളിറ്റി നമ്മളും പ്രൊവൈഡ് ചെയ്യും. തീരെ തിരക്കില്ലാത്തൊരിടത്ത് സെറ്റ് ചെയ്യാം. വർക്കിംഗ് ടൈംസ് ഒരു 7 PM to 12 AM. പതിയെ പതിയെ ആൾക്കാർ നമ്മുടെ ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങി നമ്മളിലേക്ക് വരണം. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ്. ഫുഡ് പക്ഷെ എങ്ങനെയെങ്കിലും സെർവ് ചെയ്താൽ പോരാ, അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ ഇമ്പോർട്ടൻ്റ് ആണ്. AR റഹ്മാന്റെ സോങ്സോ അല്ലെങ്കിൽ മെലോഡിയസ് ആയിട്ടുള്ള ഏതൊരു പാട്ടും വളരെ പതിയെ നമ്മൾ പ്ലേ ചെയ്യും. പാടേണ്ടവർക്ക് നൈസായിട്ട് പാടാം. വയലിനോ ഗിറ്റാറോ ഒക്കെ കൊണ്ടുവരുന്നവർക്ക് അതും വായിക്കാം. മീഡിയ സപ്പോർട്ട് നന്നായിട്ടുണ്ടാവും. യങ്സ്റ്റേഴ്സും റൈഡേഴ്സും ഒക്കെ സപ്പോർട്ടിനുണ്ടാവും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഈ കോൺസെപ്റ്റ് നമുക്കൊരു പേരുണ്ടാക്കി തരും. ഹായ്. ഹായ്. പൂജ ഇവിടെ വെയിറ്റിംഗ് ആണോ? അവള് കുറച്ചു നേരം എത്തിയിട്ട്. Hey bro. Hi guys, are you ready? Yep. 2 minutes. Okay. എന്താടാ ഇത്? ഇവിടെ ബാംഗ്ലൂർക്ക് ഇവിടുന്ന് ജസ്റ്റ് ഫ്യൂ ഹവേഴ്സ് റൈഡേ ഉള്ളൂ. 2 വീക്സ് കഴിഞ്ഞ് തൻ്റെ ബർത്ത്ഡേ ഇടുന്ന് ഞാൻ വരും. നമുക്ക് ലഞ്ച് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ? ഡാഡിയോട് നമ്മുടെ ബിസിനസ് കാര്യം പറഞ്ഞ് കാശ് വാങ്ങിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മുടെ കാര്യത്തിലൊരു നെക്സ്റ്റ് സ്റ്റെപ്പ്, ഐ മീൻ എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നൊരു ജസ്റ്റ് ഒരു ഓക്കെ ഫോർ എ നെയിം ചെക്ക്. ഇതെന്താ? പേരൻസിനാ. ഓ. Hey Naresh. Let's move on. ഓക്കെ പോവാം. വീണ്ടും കാണാനേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിരിയുന്നത് നല്ലതാ.